വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ സ്ഥിരം മോർണിംഗ് റുട്ടീനായിട്ടുള്ള എനിക്ക് ഇപ്പോൾ ട്രെയിനിലായിട്ട് ജോബ് ചെയ്തിട്ടുണ്ട്. മോർണിംഗ് ഷിഫ്റ്റിന് ഞാൻ വന്നേക്കാണ്. അപ്പോൾ മോർണിംഗ് ഷിഫ്റ്റ് ഇപ്പോൾ കഴിയാറായി. എനിക്ക് രാവിലെ 5 മണി തൊട്ട് 9 മണി വരെ, ഇപ്പോൾ ഓൾമോസ്റ്റ് 9 മണിയായി. ഇപ്പോൾ ഇറങ്ങാൻ പോകാൻ നേരത്ത് നമ്മുടെ വീഡിയോയുടെ ഇൻട്രോ എടുക്കാമെന്ന് വെച്ചു. ഇനി ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം. കാരണം രാത്രി നമുക്ക് സ്ലീപ്പ് കറക്റ്റ് ആവത്തില്ല ഇല്ലെങ്കിൽ. അതുകൊണ്ട് നമ്മൾ രാവിലെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങും. പിന്നെ എൻ്റെ ഡയറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കാലറീസ് കുറച്ച് ഞാൻ കൂടുതൽ വെച്ചേക്കുവാണ്. ഒന്ന് മെയിൻലി ബിക്കോസ് ഐ എം ഓൺ എ ലീൻ ബൾക്കിൽ നിൽക്കുന്നുണ്ടും, പിന്നെ 2 ഷിഫ്റ്റ് നമുക്ക് ഇപ്പോൾ ട്രെയിനറിൻ്റെ ഷിഫ്റ്റ് ജോലിക്ക് കഴിഞ്ഞതിന് ശേഷം എൻ്റെ സ്റ്റെപ്പ് കൗണ്ട് നല്ല ഇൻക്രീസ് ആയിട്ടുണ്ട്. അതായത് ആൾക്കാർക്ക് വർക്കൗട്ട് പറഞ്ഞു കൊടുത്ത് സ്റ്റെപ്പ് കൗണ്ട് നല്ല രീതിയിൽ ഇൻക്രീസ് ആയിട്ടുണ്ട്. സ്റ്റെപ്പ് കൗണ്ട് ഇൻക്രീസ് ആകുമ്പോഴത്തേക്കും നമുക്ക് എക്സ്ട്രാ കാലറീസ് നമുക്ക് വേണം. ഓക്കെ, അതിന് കോമ്പൻസേറ്റ് ആയിട്ട് ആക്കാൻ വേണ്ടിയിട്ട് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ലെവൽ കുറച്ച് കൂട്ടി വയ്ക്കുക. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ലെവൽ നമ്മൾ കൂട്ടി വയ്ക്കുന്ന സമയത്ത് നമുക്ക് അതിന് കോമ്പൻസേറ്റ് ഉള്ളതാണ്. പിന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യാനും എനർജി കിട്ടും. പ്ലസ് ഞാൻ ചെറിയൊരു റീഹാബ് ഫേസിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം സ്ക്വാട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിൽ ബാക്കിലൊരു പിടുത്തം ഉണ്ടായിരുന്നു. അത് ഞാൻ ഇൻക്രീസ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് നല്ല രീതിയിൽ ഇപ്പോൾ ഹെവി വെയിറ്റ് അടിക്കാതെ ചെറിയ രീതിയിൽ നല്ല റീഹാബ് വർക്കൗട്ടും അതുപോലെ തന്നെ ഹൈപ്പർ എക്സ്റ്റൻഷനും പിന്നെ ബാക്കിനും ഗ്ലൂട്ട്സും സ്ട്രെങ്തൻ ചെയ്യുന്ന വർക്കൗട്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അങ്ങനെ റീഹാബ് ഫേസിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അധികം ഹെവി വെയിറ്റ് ഞാൻ അടിക്കത്തില്ല. എന്തായാലും ഇനി ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇതിൻ്റെ റൈറ്റ്. ഓക്കെ, ജിമ്മിലെ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന മീൽ ഞാൻ കാണിച്ചതാണ്. ഫസ്റ്റ് എടുക്കുന്നത് നമ്മൾ ഓട്സ് കോൺഫ്ലെക്സ് ആണ്. ഇതിനകത്തൊരു എന്താ പറയുക, ഓൾമോസ്റ്റ് ഒരു 100 ഗ്രാംസ് ഓട്സ് ഉണ്ട്, ഒരു 45 ഗ്രാംസ് കോൺഫ്ലെക്സ്, അതുപോലെ തന്നെ 130 ഗ്രാം ബനാന, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കോഫി പൗഡറും പിന്നെ 250 ml മിൽക്കും ഉണ്ട്. ഇതാണ് ഞാൻ ജിമ്മിൽ നിന്ന് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു 8 മുട്ട കഴിക്കും. അതിൽ 2 ഹോൾസും 6 വൈറ്റ്സും. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ചെറിയൊരു അപ്ഡേറ്റ് ഏതാണെന്ന് വെച്ചാൽ ഇത് ഇപ്പം സെയിം ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഞാൻ അവിടെ എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ചെറിയ രീതിയിൽ ക്വാണ്ടിറ്റിയിൽ കൂടി ഞാൻ പറയുന്നത് കാർബ്സ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നതുകൊണ്ട് സ്റ്റെപ്സ് കൂടുതലുണ്ട്. കാർബ്സ് കൂട്ടി വയ്ക്കാൻ ചെറിയ രീതിയിൽ ഇങ്ങനെ ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കുന്നതാണ്. സെയിം ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. ഓക്കെ, ഫുഡ് കഴിച്ചിട്ട് ഞാൻ രാവിലെ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയപ്പോൾ ഇത് ഈ പുള്ളിക്കാരനെ കണ്ടു. ഞാൻ ആദ്യം വിചാരിച്ചത് ഓന്താണെന്ന്, പിന്നെ അമ്മയടുത്ത് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ആരാണെയാണ്. എന്തായാലും ഞാൻ എൻ്റെ ഈവനിങ് ഷിഫ്റ്റിനായിട്ട് ഞാൻ ജിമ്മിൽ വന്നു. ആ സമയത്ത് ഒരു ടോപ്പിക് ഞാൻ പറയാൻ വെച്ചു. നമ്മുടെ ഈ കാലറി ഡെഫിസിറ്റും അതുപോലെ കാലറി ഇൻക്രീസും ഞാൻ മുമ്പ് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യുന്ന വീഡിയോ ആണ്. നമ്മളിപ്പോൾ ഫാറ്റ് ലോസ് ഫേസ് ആയാലും അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ഫേസ് ആയാലും ബേസിക് എന്ന് വെച്ചാൽ കാലറീസ് ഇൻ കാലറീസ് ഔട്ടാണ്. കാലറി ഇൻക്രീസ് ചെയ്താൽ നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യും, കാലറി ഡെഫിസിറ്റിലാണെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസ് ആവും. ഇത് നമ്മൾക്ക് നമ്മുടെ എൽഡേഴ്സിനെ അല്ലെങ്കിൽ നമ്മുടെ പാരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരു ട്രിക്കി പാട്ടാണ്. കാരണം അവർക്ക് കാലറീസ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയത്തില്ല. പല ആപ്പ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന അവർ പഠിപ്പിച്ചു കൊടുത്താലും അവർക്ക് അതിനുള്ള സമയം കളത്തില്ല. അവരുടെ ബേസിക് ഒരു ഐഡിയ എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മൾ കഴിക്കുന്ന ഫുഡ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് കുറയും. അതുപോലെ തന്നെ നമ്മൾ വാക്കിംഗ് അതുപോലത്തെ ചെറിയ ചെറിയ എക്സസൈസുകൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വെയിറ്റ് കുറയും. നമ്മൾ കഴിച്ച് കഴിയുന്ന ഫുഡ് കൂട്ടിക്കഴിഞ്ഞാൽ അവർക്ക് വെയിറ്റ് കൂടും. ബട്ട് ദാറ്റ് ഈസ് അവരുടെ ഒരു ഐഡിയോളജി കറക്റ്റാണ്. ഓക്കെ, പക്ഷേ അതിൽ ആകെ ഒരു പ്രശ്നം വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് കാലറി ഡെൻസ് ഫുഡും കാലറി ലെസ് ഫുഡും അവർക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഓവറോൾ ഫുഡിൻ്റെയൊക്കെ അവർ കുറയ്ക്കുമെങ്കിൽ പോലും കാലറി ഡെൻസ് ഫുഡും കാലറി ലെസ് ഫുഡും തമ്മിലുള്ള ഡിഫറൻസ് അവർക്ക് മനസ്സിലാക്കില്ല. ഫോർ എക്സാമ്പിൾ ഒരു കമ്പാരിസൺ ചെയ്യുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വാട്ടർമെലൺ എടുക്കുക, അല്ലെങ്കിൽ വാട്ടർമെലനും പിന്നെ കാഷ്യൂസ് കൊടുക്കുക. കാഷ്യൂസും വാട്ടർമെലനും സെയിം ക്വാണ്ടിറ്റി കഴിച്ച് കഴിഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ കാലറീസ് വളരെ കൂടുതലും ഒരെണ്ണത്തിൻ്റെ കാലറീസ് വളരെ കുറവും. അങ്ങനെ നമുക്ക് ഒരു ട്രിക്കി പാടാണ്. അവരെ ആകെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന എളുപ്പമായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ അവർ കാലറി ഡെൻസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന സമയത്ത് പറയാം, ഈ ഫുഡിന് കാലറീസ് കൂടുതലാണ്, ഈ ഫുഡിന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കുറച്ച് കഴിച്ചാൽ പോലും നിങ്ങളുടെ ബോഡിയിൽ നല്ല രീതിയിൽ കാലറീസ് കയറും. ആ രീതിയിലൊന്ന് പറഞ്ഞു കൊടുക്കാതെ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈസിയസ്റ്റ് മെത്തേഡ്. കാരണം ഇരുന്ന് മെയിൻ്റനൻസ് കാൽക്കുലേറ്റ് ചെയ്ത് അവരുടെ ആപ്സ് ഒക്കെ ഉപയോഗിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രോപ്പറായിട്ട് അതിനുള്ള എന്താ പറയുക അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇതാണ് കുറച്ചുകൂടെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയത്. വേറെ എന്തെങ്കിലും ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ എഴുതുക. ഓക്കെ, അതൊന്ന് ഷെയർ ചെയ്യുന്ന വിചാരിച്ചു.
ഞാൻ ജിമ്മിലെത്തിയിട്ട് വർക്കൗട്ട് ഒന്ന് ഷൂട്ട് ചെയ്ത് എന്താണെന്ന് വെച്ചു. കുറച്ച് നാളായി എൻ്റെ കംപ്ലീറ്റ് വർക്കൗട്ട് ഞാൻ ഷൂട്ട് ചെയ്ത് യൂട്യൂബിലിട്ടിട്ട്. ഇന്നെൻ്റെ ലോവർ ഡേ ആയിരുന്നു, അതായത് ലോവറല്ല ഹാംസ്ട്രിങ്ങും ഗ്ലൂട്ട്സിൻ്റെയും ഫോക്കസ് ചെയ്തുള്ള ഡേ ആയിരുന്നു. എന്തൊക്കെയായാലും റീഹാബിൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ലോവർ ബാക്കിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഹൈപ്പർ എക്സ്റ്റൻഷനൊക്കെ ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. സോ നിങ്ങൾക്ക് ഇനി ഉള്ള വർക്കൗട്ട്സ് കാണാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ചെയ്തു തുടങ്ങിയത് ആടിയിലാണ്. ഡമ്പലിൽ റൊമേനിയൻ ഡെഡ് ലിഫ്റ്റാണ് ചെയ്തത്. അപ്പോൾ നല്ല ഹെവി വെയിറ്റ് ഇട്ടിട്ട് എത്ര വെയിറ്റ് പോവോ അത്രയും ഹെവി വെയിറ്റ് ഇട്ടിട്ട് പതുക്കെ ഫോം കറക്റ്റായി ചെയ്യുക. സോ ബേസിക്കലി നമുക്ക് ഫോം തെറ്റിയാലാണ് കൂടുതൽ ഇഷ്യൂസ് വരുന്നത് ഇഞ്ചുറിയിൽ. ഓക്കെ, സോ ഫോം കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുക. ലൈക്ക് നല്ല രീതിയിൽ ബോട്ടം സ്ട്രെച്ച് ചെയ്തിട്ട് അതുപോലെ തന്നെ നല്ല വെയിറ്റ് ഇട്ട് ഫോം കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് ഇതാണ് ചെയ്തത്. ഇത് സീറ്റഡ് ഹാംസ്ട്രിങ് കേൾ ചെയ്ത് അത് മെഷീനിലാണ് പ്രോപ്പറായിട്ട് ഫോം ചെയ്തിട്ട്. അടുത്തത് നമ്മൾ എന്താ പറയുക, ലഞ്ചസ് അത് ചെയ്തത്. അപ്പോൾ ലഞ്ചസ് എന്ന് വെച്ചാൽ റിവേഴ്സ് ലഞ്ചാണ് ചെയ്തത്, ബാക്കിലോട്ട് സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു 3 സെറ്റ് ചെയ്തായിരുന്നു ഓരോ കാലും വെച്ച്. ഇത് ഞാൻ ചെയ്ത് ലൈക്ക് എപ്പോഴും ചെയ്യുന്നൊരു വർക്കൗട്ടല്ല, അതുകൊണ്ട് തന്നെ എൻ്റെ സ്റ്റെബിലിറ്റി കുറച്ച് ഇഷ്യൂ ആയിരുന്നു. ബട്ട് സ്റ്റിൽ ഇത് ചെയ്ത് പ്രോഗ്രസ് ചെയ്യാൻ നോക്കുവാണ്. ലഞ്ചസ് കഴിഞ്ഞിട്ട് നമ്മൾ സീറ്റഡ് കാഫ് റേസും അതുപോലെ തന്നെ സ്റ്റാൻഡിങ് കാഫ് റേസുമാണ് ചെയ്തത്. സ്റ്റാൻഡിങ് നമ്മൾ സ്മിത്തിലാണ് ചെയ്തത്, സ്മിത്ത് മെഷീനിൽ 2 കാഫ് റേസിൻ്റെ വേരിയേഷൻ ചെയ്ത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഒരു ആപ്സിൻ്റെ ഒരു വർക്കൗട്ടും കൂടെ ചെയ്ത് ഫിനിഷ് ചെയ്ത്. ആപ്സിൻ്റെ വർക്കൗട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. സോ ഇതാണ് നമ്മൾ ലെഗ് ഡേയിൽ ചെയ്തത്. ഇന്ന് ലൈക്ക് ഹാംസ്ട്രിങ് ആൻഡ് ഗ്ലൂട്ട്സ് ഫോക്കസ് ലെഗ് ഡേ ആണ്. സോ നിങ്ങൾ ഈ വർക്കൗട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.